അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡർ. സോ ഈ പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏത് കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്, അതല്ലെങ്കിൽ പല വീടുകളിലും ഉണ്ട് താനും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഒരല്പം ഈ ഒരു ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ബേബി പൗഡർ ഒരു ബൗളിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഈ വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഇതാണ്. സാധാരണ നമ്മുടെ ബൈകാർബണേറ്റ് ഓഫ് സോഡ, അതായത് ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സാധാരണ പലതരത്തിലുള്ള ബേക്കറി പ്രോഡക്റ്റുകളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ. നമുക്കത് എല്ലാ സാധാരണ സൂപ്പർ മാർക്കറ്റ് അതല്ലെങ്കിൽ സാധാരണ എല്ലാ കടകളിലും നമുക്ക് ലഭ്യമാണ്. നമുക്കൊരല്പം ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ നമുക്കെടുക്കാം. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഞാൻ സെയിം അളവാണ് ഈ ബേക്കിംഗ് പൗഡറും അതോടൊപ്പം തന്നെ ഈ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഈ പൗഡറും എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം, സാധാരണ നമ്മുടെ ലൈം ഓർ ലെമനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. തൽക്കാലത്തേക്ക് ഞാനിവിടെ ലെമൺ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കുരു ഒന്ന് അടർത്തി മാറ്റാം. അതിനുശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ സാവധാനം ഒഴിക്കുക. നമുക്ക് ജ്യൂസ് മാത്രം മതി. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു പേസ്റ്റായിട്ട് നമുക്കിത് കിട്ടണം. അതുവരെ ജസ്റ്റ് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ശരിക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു മിക്സ് കിട്ടും. ഒരു ചെറിയൊരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യുക, കാരണം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടൻറ്റും ശരിക്ക് മിക്സ് ആവണം. ഈ പൗഡറും അതോടൊപ്പം തന്നെ ബേക്കിംഗ് സോഡയും ഈ ലെമനും ഇതെല്ലാം ശരിക്ക് മിക്സായാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ നാരങ്ങയുടെ കുരു കൂടെ വന്നിട്ടുണ്ട്. ഈ കുരു എടുത്ത് നമുക്ക് മാറ്റണം, കാരണം നമുക്ക് കുരുവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ഈ പേസ്റ്റ് ഒരു ബൗളിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം പച്ചവെള്ളം ഒഴിക്കാം. സാധാരണ പച്ചവെള്ളം ഏകദേശം ഒരു 500 ml ഞാൻ ഈ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്യുക, കാരണം ഇതെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം. സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള സ്പ്രേ ബോട്ടിൽ മതി. ഞാനൊരു ഫെണൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ബോട്ടിലേക്ക് മാറ്റുന്നത്.